Hello everybody, welcome back to Reena's Tasty Recipes. ഇന്ന് നല്ലൊരു രുചികരമായ ചെമ്മീൻ റെസിപ്പിയാണ് കൊഞ്ചുകറി, മുളകിട്ട കൊഞ്ചുകറി. അതിനായി ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 തൊട്ട് 2 വരെ ടേബിൾ സ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ വന്നിട്ട് നന്നായി വഴറ്റുക. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 2 സബോളയും എരിവനുസരിച്ച് 2-3 പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി മൊരിക്കുക. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നല്ല മണം വരും. പെട്ടെന്ന് മൊരിയുന്നതിന് വേണമെങ്കിൽ സ്വല്പം ഉപ്പുപൊടിയും ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായി ആദ്യമേ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 തൊട്ട് 1 വരെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഓർഡിനറി ചില്ലി പൗഡർ. ഇതെല്ലാം നമ്മുടെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാ ഡ്രൈ പൗഡേഴ്സും ഇട്ട് നന്നായി മൊരിച്ച് അതിൻ്റെ പച്ചമണം മാറ്റുക. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുവാൻ മറക്കരുത് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണം ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ചെമ്മീൻ ഇടാം. ഞാനിവിടെ ഏകദേശം 400 ഗ്രാം ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് അതിൻ്റെ വെയിൻ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. ആ ചെമ്മീൻ 400 ഗ്രാം ഒപ്പം തന്നെ ഉപ്പും ഇട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്ക് അതിൻ്റെ വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വരുന്നിരിക്കും. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ടു. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു നിറമുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിക്കാം. ചെമ്മീന് നല്ല വേവുണ്ടെന്ന് നമുക്കറിയാലോ. അതിനുശേഷം ഈ കൂട്ടിലേക്ക് ഞാൻ തേങ്ങക്കൊത്താണ് ഇടുന്നത്. അത് ആവശ്യമനുസരിച്ച് 100 തൊട്ട് 150 ഗ്രാം വരെ തേങ്ങക്കൊത്ത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങക്കൊത്തിട്ട് ഒന്നും കൂടി ഇളക്കി ഈ കൂട്ടിലേക്ക് 2 കപ്പ് വെള്ളം, ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളവും ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും വേണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിട്ട് നന്നായി തിളപ്പിച്ച് പിന്നെയും മൂടി വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിക്കുക. അതിൻ്റെ സമയം ചെമ്മീൻ്റെ സൈസ് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. ഈ കൂട്ടിലേക്ക് ആവശ്യമായ പുളിനയ്ക്ക് വേണ്ടി ഞാൻ 2 ചെറിയ പീസ് കുടപ്പുളി കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. 5 മിനിറ്റ് ഇടവിട്ട് അതൊക്കെ ഇളക്കി നോക്കുക. ചെമ്മീന് വെള്ളമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ അടി പിടിക്കാൻ സാധ്യതയില്ല. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സമയം വേണം. അപ്പോഴേക്കും ചെമ്മീൻ്റെ നല്ലൊരു മണമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ചപ്പാത്തിയുടെ കൂടെ ഇപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുക. നാൻ, ബ്രെഡ്, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രേവി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അങ്ങനെ ഏറ്റവും രുചികരമായ ഒരു റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.